നോക്കുകയാണെങ്കിലും ഏറ്റവും ബെറ്റർ ഇന്നത്തെ പഠനങ്ങളിൽ പറയുന്നതും പാഡാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുണി വെക്കുമ്പോൾ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓവറായിട്ടുണ്ടെങ്കിലും സേഫ്റ്റി ചെയ്യും, ഇതും ഓവറായിട്ടുണ്ടെങ്കിലും സേഫ്റ്റി ചെയ്യും, ഇതും സേഫ്റ്റി ചെയ്യും. സ്ത്രീകൾക്കുണ്ടാവുന്ന മാസത്തിൽ ഒരു സംഭവമാണ് പീരീഡ് ടൈമിങ്ങിൽ നമ്മൾ പല കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ചിലവരൊക്കെ തുണി യൂസ് ചെയ്യാറുണ്ട്. അല്ലാത്ത ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അനുസരിച്ചാണെങ്കിൽ പാഡാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഈ പാഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, ഏത് പാഡ് യൂസ് ചെയ്യണം എന്നൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ലൈക്കും കൂടി നിങ്ങൾ ചെയ്യണം. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളാകുമ്പോൾ, അതായത് പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. മാസത്തിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു സംഭവം കൂടിയാണ് പാഡ് എന്ന് പറയുന്നത്. പലതരം പാഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമുക്കത് നമ്മുടെ സേഫ്റ്റിക്ക്, അതായത് പെൺകുട്ടികൾക്ക് സേഫ്റ്റിക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പല രീതിയിലും നമുക്കത് യൂസ്ഫുൾ ആവാത്തതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് സ്ത്രീകളുടെ യൂട്രസ് ക്യാൻസറൊക്കെ വരുന്നതായിട്ട് നമ്മൾ പഠനങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റി, അതായത് സ്ത്രീകളുടെ സേഫ്റ്റിക്ക് അനുസരിച്ചുള്ള പാഡുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള പാഡായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം പല പല രീതിയിലുള്ള കപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നതും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതൊരു കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നത് നമുക്ക് എപ്പോഴും പാഡായിരിക്കും. പാഡ് ഡിഫറെൻറ്റ് ടൈപ്പ് പാഡുകളുണ്ട്. നൈറ്റ് പാഡ്, അല്ലാതെ 7 മണിക്കൂറോളം സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള കഴിവുള്ള പാഡുകൾ വരെ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ കടകളിലൊക്കെ അവൈലബിൾ ആയിട്ട് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൊത്തമായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മളിൽ എല്ലാവർക്കും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ തുണികളായിരുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എത്തിയപ്പോൾ കൂടുതലും സ്ത്രീകൾ ഉപയോഗിക്കുന്നതും പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകുമ്പോഴും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടും ഉള്ളത് പാഡ് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ലോങ് ജേണിയൊക്കെ ഉള്ളവർക്കാണെങ്കിലും പാഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡ്രസ്സ്, അതായത് നമ്മൾ പഴയ കോട്ടൺ തുണിയൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രമാത്രം ഒരു സേഫ്റ്റി അല്ല. നമുക്ക് ലീക്ക് ആവാനൊക്കെയുള്ള പ്രോബ്ലംസൊക്കെ വളരെ കണ്ടുവരുന്നുണ്ട്. പാഡാകുമ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേസ്റ്റ് ആക്കിയത് കളയാനുമായിട്ടുള്ള പറ്റുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പാഡാണ്. ഒരു ദിവസം പാഡ് ഉപയോഗിക്കുന്നത് 7 അവർ കൂടുതൽ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. പരസ്യങ്ങളിൽ പറയുന്നത് 12 അവർ വരെയും നമുക്ക് ഉപയോഗിക്കാം എന്നാണ്. പക്ഷേ അത് ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പീരീഡ് ടൈമിങ്ങിൽ നമ്മുടെ യൂട്രസ് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് അതിൻ്റെ അണുക്കൾ വ്യാപിച്ചു പോയിട്ട് യൂട്രസിൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്കിപ്പം ഒരു 4 മണിക്കൂർ ഇടവിട്ട് എപ്പോഴും പാഡ് മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കൗമാരപ്രായക്കാരിലാണ് മെയിനായിട്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പഠനങ്ങൾ പറയുന്നത് വന്ധ്യതയ്ക്ക് വരെയുള്ള ചാൻസിലേക്ക് എത്താനുള്ള ചാൻസ് ഉള്ളതാണ്. കാരണം പീരീഡ് ടൈമിലുണ്ടാവുന്ന ബ്ലഡ് അത് പോയിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ പിന്നെ സമയങ്ങളോടുകൂടി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ യൂട്രസിലേക്ക് ചെന്നിട്ട് യൂട്രസിൻ്റെ ബ്ലഡിനെ കട്ട പിടിപ്പിക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 4 മണിക്കൂറിന് ഇടവിട്ട് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഓഫീസ് വർക്ക് ചെയ്യുന്ന വിമൻസൊക്കെ ആണെങ്കിലും അവർക്കും 4 മണിക്കൂറിന് ഇടവിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കുണ്ടാകുന്ന പലമാതിരി യൂട്രസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഓവർ ബ്ലീഡിങ്ങിനും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിപ്പം ഓവർ ബ്ലീഡിങ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് വെച്ചിട്ട്, അതായത് നമ്മൾ തുണി വെച്ചിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ലീക്ക് ആവാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പാഡ് ആകുമ്പോൾ നമുക്ക് 2 പാഡ് വരെയും വെക്കാം. നമ്മളിപ്പോൾ നൈറ്റ് പാഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജെല്ലി ടൈപ്പ് പാഡ് വരുന്നുണ്ട്. ആ പാഡ് നമുക്ക് ഓവർഫ്ലോ ആവുന്ന ബ്ലഡിനെ സേവ് ചെയ്ത് വെക്കുന്ന നല്ല രീതിയിലായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ പറ്റുമെന്നുള്ള ഒരു ചിന്തയും നമുക്ക് വരത്തില്ല. പാഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തുണി യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ അല്ലെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന തുണി നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയ തുണി മേടിച്ച് എന്തായാലും നമ്മൾ യൂസ് ചെയ്യാറില്ല. അത് പഴയ തുണിയായിരിക്കും, പഴയ മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒരു ഡ്രസ്സ് കുറേ പഴക്കം ചെന്നത് നമ്മൾ എത്ര കഴുകിയാലും നമുക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫംഗസ് ഓൾറെഡി ഇതിലുണ്ട്. ഈ ഒരു ഫംഗസ് ചെന്നിട്ട് നമ്മുടെ യൂട്രസിലേക്ക് പ്രവേശിച്ചിട്ട് കുറേ കാലങ്ങൾ ചെല്ലും തോറും ഭാവിയിൽ അവർക്കതിൻ്റെ ദോഷങ്ങൾ കണ്ടെത്താനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
അതിനാലാണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്കാവുമ്പോഴും ഈ തുണി വെക്കുമ്പോൾ അവർക്ക് കളിക്കാനോ ഓടാനോ അങ്ങനെയൊന്നും പറ്റാതെ വരും. നമുക്കിപ്പോൾ ഒരു പാഡ് ആകുമ്പോൾ അവർക്കും സേഫ്റ്റിയാണ്. നമ്മുടെ മക്കൾക്ക് നമുക്ക് ഒരാൾ കാണുമ്പോൾ അവർ വയ്യാതായെന്നുള്ളത് അറിയാതിരിക്കാനും കൂടി പറ്റുകയും കൂടി ചെയ്യും. കാരണം പാഡ് ആകുമ്പോൾ ആ ഒരു രീതിയിൽ അതിൽ സ്റ്റോർ ചെയ്യാനും അവർക്കത് കംഫർട്ടബിളായിട്ട് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നത്. നിങ്ങളത് കാര്യം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പണ്ടുള്ള തലമുറകളിൽ അമ്മമാർ പറയുന്നത് അനുസരിച്ച് തുണി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയും. ഇന്നത്തെ ജനറേഷന് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് ഇത് പാഡ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്രഗ്നൻസി ലേഡീസ് ഇപ്പം ഡേറ്റ് എടുത്തിരിക്കുന്നവർക്കും ഏറ്റവും നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്ന തുണിയെക്കാട്ടിലും ബെറ്റർ എന്ന് പറയുന്നത് പാഡ് തന്നെയാണ്. നമുക്ക് ഈ ഒരു പാഡ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ സമയത്ത് സാധാരണ വരുന്ന ബ്ലീഡിങ്ങിനെക്കാട്ടിലും കൂടുതലും ബ്ലീഡിംഗ് ആണ് ആ സമയത്ത് ഉണ്ടാവുന്നത്. ആ ബ്ലീഡിങ്ങും സേവ് ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെയും ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കത് കളയാനും പറ്റും. പ്രഗ്നൻസിക്ക് ശേഷവും അതായത് പ്രഗ്നൻസി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പ്രസവിച്ചതിന് ശേഷം നമുക്ക് പാഡ് യൂസ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് 40 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് ഒക്കെ ഓരോരുത്തർക്ക് ബ്ലീഡിങ്സ് വരും. ചിലവർക്ക് 7 ഡേയ്സ് അങ്ങനെയൊക്കെ കാണും. 7 ഡേയ്സ് മുന്നോട്ട് പോയാലേ കാണത്തുള്ളൂ. ആദ്യത്തെ സമയത്തുണ്ടാകുന്ന കൂടുതലുണ്ടാകുന്ന ബ്ലഡൊക്കെ ഉണ്ടാകുന്നത് അത് സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ട് ഏറ്റവും കൂടുതലും നമുക്ക് പാഡുകൾക്ക് പറ്റും. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തുണി യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സേഫ്റ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും ബെറ്റർ ഇന്നത്തെ പഠനങ്ങളിൽ പറയുന്നതും പാഡാണ്. ഞാൻ യൂസ് ചെയ്തത് ആദ്യത്തെ പ്രഗ്നൻസിക്ക് തുണിയായിരുന്നു, രണ്ടാമത്തേന് പാഡാണ്. കാരണം ആ ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുണി വെക്കുമ്പോൾ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് പൊട്ടാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ഈ തുണി എന്ന് പറയുന്നത് നമ്മൾ എത്ര ഡെറ്റോൾ ഇട്ട് കഴുകിയാൽ തന്നെയും അതിൽ ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ശരീരത്ത് അന്നേരം യൂട്രസ് ഓൾറെഡി നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയം കൂടി ആകുമ്പം പെട്ടെന്ന് ഫംഗസ് കയറിയിട്ട് ഇൻഫെക്ഷൻ ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പാഡ് ആവുമ്പോൾ നമുക്ക് ഒരു രീതിയിലും ഉണ്ടാകുന്ന പ്രോബ്ലംസും നമ്മളിലേക്ക് വരികയില്ല. കാരണവശാലും നമ്മളത് ക്ലോസറ്റിൽ ഇടാൻ പാടില്ല. ക്ലോസറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്കായി പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തതിന് ശേഷം, അതായത് പാഡ് നമ്മൾ അന്നത്തെ ദിവസം എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ജസ്റ്റ് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അതിനകത്തു നിന്നുള്ള അത് ക്ലീനായി കിട്ടും. ക്ലീനായി കിട്ടുന്നതിന് ശേഷം നമ്മൾ കുഴിച്ചിടുക, അല്ലെങ്കിൽ അതിനെ തീ കത്തിച്ച് കളയുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മളിത് പഞ്ഞി കീറി ക്ലോസറ്റിലിട്ടിട്ട് ബാക്കി അതിൻ്റെ പ്ലാസ്റ്റിക് എടുത്ത് നിർവീര്യമാക്കുന്നതിനെക്കാട്ടിലും നമുക്ക് അത് നമ്മുടെ വീട്ടിൽ ആ ഒരു ബ്ലോക്ക് ആവത്തില്ല. പഞ്ഞിയാണെങ്കിലും ക്ലോസറ്റ് ബ്ലോക്ക് ആവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ഈ പീരിയഡ് ടൈമിനുണ്ടാവുന്ന ബ്ലഡിൻ്റെ സ്മെല്ലിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ പീരിയഡ് ടൈമിനുണ്ടാവുന്ന പെയിന് കൂടാതെ തന്നെ ആ ഒരു ബ്ലീഡിങ്ങിനുണ്ടാകുന്ന സ്മെല്ല് ഒക്കെ അതിൻ്റെ റീസൺ എന്താണ് കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിൻ്റെ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളല്ല, അത് ഏത് പാഡാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ 3 പാക്കറ്റ് പാഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നൈറ്റ് യൂസ് ചെയ്യുന്ന പാഡാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. 8 പീസ് ഉണ്ട് ഈ സംഭവത്തിനകത്ത്. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതാണ്. പിന്നെ നമുക്കിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് ഇരിക്കാനും പറ്റും. ഞാൻ പറഞ്ഞൊരു കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇത് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത വിസ്പറിൻ്റെത് 7 പീസ് തന്നെയാണ് ഓൾറെഡി കമ്പനി കൊടുക്കുന്നത്. ഓൾറെഡി ഇതിനകത്ത് നമ്മൾ ബട്ടർഫ്ലൈ ടൈപ്പാണ് ഇത് അത്ര കുഴപ്പമില്ല, ഒരു നോർമൽ കംഫർട്ടബിളാണ് ഇതിന് പറയാവുന്നത്. ഇതിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, സ്റ്റോറേജ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അതിനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. പിന്നെ റിയോ എന്ന് പറയുന്ന ഒരു പുതിയൊരു കമ്പനിയാണ്. ഇതിന് 7 പീസ് തന്നെയാണ് പറയുന്നത്. ഇത് കോട്ടൻ്റെ ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ കോട്ടൻ്റെയും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അതാണ് അത് എഴുതിയിട്ടുണ്ട് കോട്ടൺ. ഇത് കോട്ടൻ്റെ ആണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് തന്നെ 40 രൂപയാണ്. ഇതാണ് MRP ഉണ്ട് ഇവിടെ. MRP 40 രൂപയാണ് കാണിച്ചേക്കുന്നത്. ഇത് കോട്ടൺ അല്ല, അത് സാധാരണ നമ്മുടെ നോർമൽ ടൈപ്പുള്ള ഒരു പാഡ് തന്നെയാണ്. ഇതിനകത്ത് ഇത് വെരി ബാഡാണ്. വലിപ്പത്തിൽ സംഭവം കിടുവാണ്. അതായത് നല്ല വലിപ്പമുണ്ട് സംഭവത്തിന്. എന്നാൽ ഇത് അത്ര ഒരു ഇതുണ്ട്, വലിപ്പം കണ്ടോ, നമ്മുടെ ഒരു കൈയുടെ മീഡിയം വലിപ്പമെങ്കിലും ഇത് റിയോയ്ക്കുണ്ട്. പക്ഷേ അത്ര ഒരു കംഫർട്ടബിൾ അല്ല. കോട്ടൺ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാം, പക്ഷേ എന്നാൽ
അത്ര ഒരു കംഫർട്ടബിൾ അല്ല. നമുക്ക് വെക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവത്തിന്. പക്ഷേ ഇത് അങ്ങനല്ല, ഇത് സ്റ്റിക്കി കുറവാണ്, നമുക്ക് സ്റ്റേ ഫ്രീയുടെ സ്റ്റിക്കി കുറവാണ്. പിന്നെ കൂടാതെ തന്നെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതിന് കൂടുതലും നമ്മൾ കൂട്ട് തന്നെ ഉള്ളൊരു കഴിവ് ഇതിനുണ്ട്. പക്ഷേ ഇത് അത്ര ഇതിനെ അപേക്ഷിച്ച് റിയോയെ അപേക്ഷിച്ച് ഇത് നോക്കുവാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. പിന്നെ നമ്മുടെ വിസ്പറിൻ്റെ തന്നെ ഈ ഒരു സംഭവം കിടുവാണ്. എനിക്ക് 100% നല്ല കംഫർട്ടബിളായിട്ട് പറയാൻ പറ്റുന്നത് ഏറ്റവും നല്ല ഒരു ഇത് തന്നെ വിസ്പറിൻ്റെ. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈഫ് എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് നൈറ്റ് ആണെങ്കിലും യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോൾ നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാറുണ്ട്. അപ്പോഴൊന്നും ഈ ഒരു പാഡ് കൊണ്ട് നമുക്കൊരു ദോഷവും വന്നിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയാവുന്നത് ഇതാണ്. വില അവർ സേഫ്റ്റി ജെല്ലാണിത്. അങ്ങനെ നമ്മൾ 3 ഐറ്റങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ഇതിന് ഞാൻ 3 ഐറ്റങ്ങളുടെയും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് നമ്മുടെ ശരീരത്തിൽ പോകുന്ന ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എങ്ങനെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 3 പാഡുകളും. വലിപ്പത്തിനെ അപേക്ഷിച്ച് നിങ്ങൾ നോക്ക്, ഇത് വലിപ്പം കൂടുതൽ, ഇത് വലിപ്പം അതിൽ നിന്ന് കുറച്ച്. പക്ഷേ ഇത് നമ്മൾ പൊട്ടിച്ചില്ല, ഈ രീതിയിലാണ് കവർ വരുന്നത്. പലരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, അവർക്കൊക്കെ നല്ലോണം അറിയാമായിരിക്കും. ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഇതുപോലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നിർവീര്യമാവുന്നത്. ഇതിൽ തന്നെയാണ്, ഇത് കണ്ടോ, ഇതിൽ തന്നെയാണ് അതിൻ്റെ ഗം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇതിൽ തന്നെയാണ് കമ്പനി അവർ അത് ഇറക്കിയേക്കുന്നത് തന്നെ. കണ്ടോ, ഇതിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിക്ക്, ഇതിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിക്ക്. ഓൾറെഡി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. യൂസ് ചെയ്യുന്നത് ഇത് ബട്ടർഫ്ലൈ ടൈപ്പാണ്, ഇതും ബട്ടർഫ്ലൈ ടൈപ്പാണ്, ഇതും ബട്ടർഫ്ലൈ ടൈപ്പാണ്. ഓൾറെഡി 3 എണ്ണം ബട്ടർഫ്ലൈ ടൈപ്പാണ്. ഇതിൻ്റെ കോട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ടൈപ്പ് കോട്ടൺ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. കണ്ടല്ലോ, കോട്ടൺ നല്ലോണം. ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് ഓൾറെഡി ലീക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. പക്ഷേ ജെല്ലി അല്ല സംഭവം. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും കാണാൻ പറ്റത്തില്ല. ഇത് അതായത് സ്മൂത്താണ് സംഭവം. കണ്ടല്ലോ, വളരെ മൃദുലമാണ്. നമ്മുടെ ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയും ഇതേ ഉള്ളൂ, കാണാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. ഞാനൊരു കമ്പനിയെ റിവ്യൂ കൊടുക്കുകയൊന്നുമല്ല, സംഭവത്തിൻ്റെ ഒരു ഇത് പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക്. ഇത് കണ്ടോ, അത് ജെല്ല് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുള്ള ജെല്ലാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ വെയിറ്റും ഉണ്ട്, ഇത് നല്ല വെയിറ്റും ഉണ്ട് സംഭവത്തിന്. 3 ഐറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്ത് വെച്ചു. ഇത് ഇതേപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കാം. ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടി. നമ്മുടെ ശരീരത്തിന് പോകുന്ന ഓരോ ഡ്രോപ്പ്, അതായത് ആദ്യത്തെ ദിവസം ചിലപ്പോൾ നല്ല തോനയായിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ട് രീതിയിലുണ്ടാവുന്ന ഒരു സ്റ്റോറേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എല്ലാം കൂടി കണ്ടോ, പെട്ടെന്ന് തന്നെ അബ്സർവ് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അബ്സർവ് ആവുന്ന പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. ഇതാണ്ട് ഇതങ്ങ് നോക്കി, ഇതും അതേപോലെ തന്നെ കഴിവുണ്ട്, കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഞാൻ 3-4 എണ്ണം ഒരുമിച്ച് ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, അടുത്തതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ ഇതും സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്ക്, പഞ്ഞി ഉണ്ടല്ലോ, ഇത് പോയില്ല, അത് ഓക്കെ, അത് തോനെ കട്ടായിട്ട് ഇടുന്നുകൊണ്ടാണ്. പഞ്ഞി പൊങ്ങി വരത്തില്ല, ആ ഒരു രീതിയിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? പഞ്ഞിക്കകത്തിരിക്കുന്നതിൻ്റെ കൂട്ടാണ് ഇതിരിക്കുന്നത്, കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അബ്സർവ് ആയിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ അബ്സർവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാഴ്ചയെ കാണുമ്പോൾ തന്നെ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ലോണം സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് താണ്ട സെൻറ്റർ ഭാഗത്ത് മാത്രം സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ ഒഴിച്ചില്ല, ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുപ്പിച്ച് ഒഴിച്ചല്ല, ഒരേ ടൈമിൽ പോവുകയാണെങ്കിലും അബ്സർവ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ താണ്ട ഇപ്പോൾ ഈ ഒരു ഫില്ലറിൻ്റെ മൊത്തം നിറച്ചിട്ടുണ്ട്, അത് ഞാൻ ഒരുമിച്ചിടുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ശരീരത്ത് ഫസ്റ്റ് ഡേ ഉണ്ട്, അതായത് നമ്മുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് 2nd 3 ഡേയ്സ് വരെ നല്ലോണം ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ഇപ്പം പ്രഗ്നൻസിക്ക് ശേഷമാണെങ്കിലും നമുക്ക് നല്ലോണം ബ്ലീഡിങ് വരാറുണ്ട്. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാതെ പറയുമായിരിക്കുമെന്ന്. നിങ്ങൾക്ക് കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ബെറ്റർ നൈറ്റിൽ സ്റ്റേ ഫ്രീയുടെ തന്നെ ഏറ്റവും നല്ലത് ഇതായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, കണ്ടോ, പെട്ടെന്ന് തന്നെ സ്റ്റോർ ചെയ്തതുണ്ടോ, സംഭവം കണ്ടോ, സ്റ്റോർ ചെയ്തുണ്ടോ. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതും ഇതേപോലെ ഉണ്ടോ, പെട്ടെന്ന് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. കണ്ടോ, നമുക്ക് പിന്നെയും ഇതിരുന്നാലും ലീക്ക് ആവില്ല, പുറത്തോട്ട് ലീക്ക് ആവില്ല.
ഇതിപ്പോൾ ഞാൻ ഒഴിച്ചതിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ്. ഇതേ അതേപോലെ മൊത്തവും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. അതേപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. അതാണ് ഇത് പുറത്തേക്ക് ഇതായിട്ട് വരും, കണ്ടോ? അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. 3 ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾറെഡി. ഇപ്പം ഇതിനകത്ത് ഏത് അത് പറഞ്ഞാലും ലീക്ക് തോനെ ഓവറായിട്ടുണ്ടെങ്കിലും സേഫ്റ്റി ചെയ്യും, ഇതും ഓവറായിട്ടുണ്ടെങ്കിലും സേഫ്റ്റി ചെയ്യും, ഇതും സേഫ്റ്റി ചെയ്യും. പക്ഷേ യൂസ് ചെയ്യുന്നതിൽ ബെറ്റർ എന്ന് പറയുന്നത് ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇത് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേറുള്ള കമ്പനിയുടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെനിക്ക് ബാഡായിട്ട് തോന്നുന്നുണ്ട്. ബാഡായിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു സമയത്ത് ഒരു ദിവസം തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു 4-5 പാഡ് മാറേണ്ടതായിട്ട് വരും നമുക്ക്. പക്ഷേ ഇത് ഏറ്റവും ബെറ്റർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ എക്സാമ്പിൾ സഹിതം കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം. ഇതിൻ്റെ ഞാൻ പറഞ്ഞ സ്റ്റിക്കാണ്. താണ്ട ബാക്കിലോട്ടൊന്നും അതിൻ്റേതായിട്ടുള്ള ഒരിതും വന്നിട്ടില്ല. ഞാൻ വേണമെങ്കിൽ തുറന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ? ആ ഒരു ഇത് നമുക്ക് ഇതായിട്ട് തന്നെ സേവായിട്ട് തന്നെ വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അതിൻ്റെ അടിഭാഗത്തതും ഇതാ ഞാൻ സ്റ്റിക്ക് എടുത്തിട്ടില്ലായിരുന്നു. അടിഭാഗത്തും അത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുറത്തോട്ട് വന്നിട്ടില്ല. ഇതും ആ ഒരു രീതിയിലനുസരിച്ച് പുറത്തേക്കത് നിർവീര്യമാക്കുന്നില്ല. പക്ഷേ സംഭവം നമുക്ക് വെച്ചിട്ട് പാൻറ്റീസിൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പം ഇത് ഭയങ്കരമായിട്ടൊരു വലിപ്പമായിട്ട് നമുക്ക് തോന്നുകയേ ഉള്ളൂ. അല്ലാതെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്കൊരു കമ്പനിയെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. എല്ലാം കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണോ നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ കംഫർട്ടബിളിനനുസരിച്ച് ഞാൻ പറഞ്ഞതിനകത്ത് ഇത് രണ്ടും കംഫർട്ടബിളാണ്, ഇതും കംഫർട്ടബിളാണ്. ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്നത് ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിന് ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും റിവ്യൂ ഞാൻ കൊണ്ടുതരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ 3 എണ്ണം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതേപോലെ മുന്നോട്ടും നിങ്ങൾക്ക് ഓരോ വീഡിയോസും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉള്ള പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഇത് യൂസ് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.